അടുത്ത ക്വാർട്ടറിലേക്ക് സെലക്ട് ചെയ്തിരിക്കുന്നവരാണ് ഇത്രയും പേര്: സഞ്ജു, അനീഷ്, രാഹുൽ, സച്ചു, നന്ദു, ബിനു, ദാസ്, ഷിയാസ്. അപ്പോൾ ഇതിൽ അടുത്ത കളി എന്ന് പറഞ്ഞാൽ 1ഉം 2ഉം തമ്മിൽ കളിക്കും. 3ഉം 4ഉം 5ഉം 6ഉം 7ഉം 8ഉം അങ്ങനെയാണ് കളിക്കുന്നത്. അപ്പം എനിക്ക് കുറച്ച് ടാസ്ക് കളിയായി, ഞാനും എൻ്റെ അനിയനും. ഫസ്റ്റ് കളി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ബോൾ. അതാ ഫസ്റ്റ് ബോളിൽ ഒരു സിംഗിൾ. രണ്ടാമത്തെ റണ്ണ് ഇല്ല. ആദ്യ ബോളിൽ നിന്ന് ഒരു റൺ, രണ്ടാമത്തെ ബോൾ ബാറ്റ്സ്മാൻ കാണുമോ? അതാ ഒരു ഹെലികോപ്റ്റർ പൂക്കുറ്റി 6. 3 ബോൾ 9 റൺ. ഇനി 3 ബോളിന്റെ കളി. അതാ ഒരു പൂക്കുറ്റി 6. 15 റൺ 4 ബോളിൽ. ഇനി 2 ബോളുകൾ അവശേഷിക്കുന്നു. ചേട്ടനെ വീഴ്ത്തുമോ അനിയൻ? അതാ അടുത്ത ഒരു ഹെലി ബൗണ്ടറി. അവസാന ബോൾ, ഒരു മികച്ച തുടക്കം. അതാ ഒരു സിംഗിൾ. ഓടുമോ? ഇല്ല. 20 റണ്ണിൽ തൃപ്തനായിരിക്കുകയാണ് സഞ്ജു. വിജയലക്ഷ്യം 21. 6 ബോളുകൾ ജയിക്കാൻ 21 റൺ. സഞ്ജു റെഡിയാണ്? സന്ദീപ് റെഡി? റെഡി. അടുത്ത ബോൾ ഒരു അണ്ടർ എഡ്ജ് എടുത്തിരിക്കുന്നു. ഇനി ഓടുമോ? ഓടിയാൽ ചിലപ്പോൾ. അതാ ഓടാതിരുന്നത് മികച്ച ഒരു തീരുമാനമായി. 4 ബോളുകളിൽ 20 റൺ. 4 ഫോറുകൾ അടിച്ചാലും വിജയമില്ല. സൂപ്പർ ഹീറോയാകുമോ? അതാ ഒരു വൈഡ് ഡെലിവറി. ജയിക്കാൻ 4 ബോളിൽ 19 റൺ. ഒരു മികച്ച ബോൾ, പക്ഷേ അത് കണക്ട് ആയിരിക്കുന്നു ബൗണ്ടറിയിലേക്ക്. 3 ബോളുകളിൽ 15 റണ്ണിന്റെ വിജയലക്ഷ്യം. അതാ ഒരു സിംഗിൾ. ഇനി 2 ബോളുകൾ 14. 2 ലീഗൽ ഡെലിവറി. എറിഞ്ഞാൽ മാത്രം മതി. സൂപ്പർ ഹീറോ. ശരിയാണ്, സൂപ്പർ ഹീറോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഹീറോ ആവുന്നവൻ. സ്വന്തം അനിയന് വേണ്ടി അവൻ. അതാ ഇപ്പോഴും ഒരു സാധ്യത. ഒരു എക്സ്ട്രാ വന്നാൽ. 1 ബോളിൽ 8 റണ്ണിന്റെ. 1 ബോളിൽ നിന്ന് 8 റൺ. അതാ 6. സഞ്ജുവിന് വിജയം. അത് സെമിയിലോട്ട് സഞ്ജു. മുമ്പ് പറഞ്ഞതുപോലെ തന്നെ സൂപ്പർ ഹീറോ എപ്പോഴും ഹീറോയാണ്. അനിയന് വേണ്ടി അവൻ സ്വന്തം ഹീറോയായി തോറ്റു കൊടുത്തിരിക്കുന്നു. നമുക്ക് അടുത്ത റൗണ്ടിലോട്ട് കാണാം. രാഹുൽ വാസ്വിനു. അപ്പൊ നമുക്ക് ടോസ് ചെയ്യാം. ആരാണ് വിളിക്കുന്നത്? രാഹുൽ വിളിക്കും. ഹെഡ്സ്. ഇത് ഹെഡ്സ് ആണ്. ടോസ് ഇട്ടിരിക്കുന്നു. രാഹുൽ ബോളിംഗ് സെലക്ട് ചെയ്തിരിക്കുന്നു. ആദ്യത്തെ ബോൾ 6 അടിച്ചുകൊണ്ട് തുടങ്ങാൻ വിനു ശോഭൻ. ഓ, ആദ്യത്തെ ബോൾ കീപ്പറിന്റെ കയ്യിൽ. 1 റൺ. 2 റൺ ഓടുമോ വിനു? ഇല്ല, 2 റൺ ഓടിയില്ല വിനു. 1 റണ്ണിൽ ഒതുക്കിക്കൊണ്ട് വിനു പിച്ച് അനലൈസ് ചെയ്യാണ് വിനു. നിമിഷങ്ങൾക്കറിയാം, നമുക്ക് കണ്ടറിയാം. ഇത് ഓൾഡ് സ്കൂൾ ആയിരിക്കും. വിനു അത്രയും സ്ട്രോങ് പ്ലെയർ ആണ്. അവന്റെ ദിവസങ്ങളിൽ അവൻ കത്തിക്കയറും. ഓ, വിനു ബോൾ 6 അടിച്ചു എന്ന് തോന്നിയില്ല. 4 ബോളിൽ 4 സിക്സർ അടിക്കാൻ വിനു റെഡിയാണ്. വിനു ശോഭൻ. ഓ, വീണ്ടും ഒരു ബോൾ പുറകിൽ. ഉത്തപ്പയെ ഇമിറ്റേറ്റ് ചെയ്യുന്ന വിനുവിനെയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓ, വിനുവിനെ ഊത്തപ്പം എന്ന് വിളിച്ച് കളിയാക്കിക്കൊണ്ട് സൂപ്പർ ഹീറോസ്. വിനു ഇതിന് ശക്തമായ മറുപടി കൊടുക്കും. വിനു ശോഭൻ. ഗാലറികളെ ഹരം കൊള്ളിക്കാൻ വിനു. ഓ, മനോഹരമായ ഒരു ഷോട്ട്. ഓ ഓ കണ്ണാതുക്കം കാണാതിരിക്കാൻ അവർ 4 കൊടുത്തിരിക്കുന്നു. 4 റണ്ണില്ലാത്തതുകൊണ്ട് എറിഞ്ഞു കൊടുക്കുന്നു സൂപ്പർ ഹീറോസിലെ രാഹുൽ. വിനു ശോഭൻ. തന്ത്രങ്ങൾ വരെയുന്ന വിനു ശോഭൻ. നൊരയും പതയും. 5 റൺസ് ഗീവ് അവേ കൊടുത്തിരിക്കുന്നു വിനു ശോഭന് വേണ്ടി. ഓ, ശക്തമായ ഷോട്ട്. ഫ്ലക്കോട്ട് അടിച്ചു, വടക്കോട്ട് പോയി. 1 റൺ. 2 ബോൾ 2 റൺ. രാഹുൽ തളർന്നിരിക്കുകയാണ്. പടക്കുതിര, ഓൾഡ് സ്കൂളിന്റെ പടക്കുതിര ഇതയ്ക്കുന്നു. രാഹുലിന്റെ ഭാര്യ കളി കാണുന്ന ഗാലറി ഇരുന്നുണ്ട്. പടക്കുതിര വിളിച്ചു കാണിച്ചു കൊടുക്കും. ഇപ്പൊ പടവും ഇല്ല പടക്കവും ഇല്ല.
വിനു അവസാനത്തെ ബോൾ 6 അടിച്ചുകൊണ്ട് മതിയാക്കുകയാണ്. മതിയാക്കൂ വിനു ശോഭൻ. ഓ നിങ്ങളിത് കാണുക, വീണ്ടും തുഴഞ്ഞിരിക്കുന്നു. 7 റൺസ് ജയിക്കാൻ 8 റൺസ് രാഹുലിന്. നൊരയും പതയുമായി പിച്ചിലേക്ക്. ഓ ശക്തമായ അടി. ഫസ്റ്റ് ബോൾ തന്നെ 6 അടിച്ചുകൊണ്ട് രാഹുൽ കളിയെ കൊണ്ടുവരുന്നു. കുഴപ്പമില്ല വിനു, ചാൻസ് ഉണ്ട്. 5 ബോളിൽ 1 റൺ, 2 റൺ. വിനു കൊള്ളാം വിനു. ഇതിലെ പ്രൈസ് മണി 10,000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ 5,000 രൂപയ്ക്ക് ലിഫ്റ്റിക്ക് മാച്ച് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യയെ കൂട്ടിക്കൊണ്ടുവന്ന രാഹുലാണ് ഇവിടുത്തെ ഹീറോ. ഗാലറിയിൽ ഒരു കയ്യടിയുടെ ഒച്ച മാത്രമേ കേൾക്കുന്നുള്ളൂ, അത് അയാളുടെ ഭാര്യയുടെയാണ്. അങ്ങനെ പറയാൻ പോലും ആരുമില്ല എന്ന് ആഘോഷിച്ച് വിനു കരയുന്നു. അങ്ങനെ കിട്ടിയാൽ തന്നെ ആർക്കും കൊടുക്കാനില്ലാത്തതുകൊണ്ട് വിനു, അതെ വിനു വിനു തോറ്റിരിക്കുകയാണ്. 4. ഇനിയുണ്ട് 3 വിക്കറ്റ് എടുത്താലും കളി വിജയമാണ്. വീണ്ടും എണീറ്റ് ഓടുന്നവനെ വിജയമുള്ളൂ എന്നുള്ളതാണ് ഈ കളിയുടെ അടുത്തൊരു സത്യം. കണ്ണറാ ദുഃഖം. മികച്ച ഒരു 6 again. ഇനിയും ചാൻസ് ഉണ്ട് വിനു. 2 വിക്കറ്റ് 2 ബോളിൽ. വീണ്ടും എവന് ട്രൈപോഡ് കൊടുത്താ പോരെ, കളി തോറ്റാലും എറിയണം. വിനു അവസാനത്തെ ബോൾ. 3 6. സൂപ്പർ ഹീറോ ടീമിലെ രാഹുൽ സെമിയിലേക്ക് കടന്നിരിക്കുന്നു. വിനുവിന് പുറത്തേക്കുള്ള വഴി കാണിച്ചിരിക്കുന്നു രാഹുൽ. ഇങ്ങനെ തന്നെ വേണം. ഓൾഡ് സ്കൂളിലെ 2 പ്ലേയേഴ്സ് ഏറ്റുമുട്ടാൻ പോകുന്നു. ഇത് കുഴപ്പമില്ല, ഞാനും എന്റെ അനിയനും വന്നതുപോലെ നിങ്ങൾക്കും ആ ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. ഇപ്പോഴേ മുട്ടുമടക്കി ദാസ്. നന്ദുന് എന്താ വേണ്ടേ? ഓ നീ ബാറ്റ് ചെയ്തോ, ഞാൻ ബോൾ ചെയ്തോളാം. ഓ ഇവിടെ ഇനി എന്തും നടക്കും. ഇതാ പടക്കുതിരയെ പോലെ BR. നിങ്ങളിത് കാണുക, നിങ്ങളിത് കാണുക. BR സൈഡ് മാറി. സൈഡിന്റെ പ്രശ്നമായിരുന്നു, സൈഡിന്റെ പ്രശ്നം. ഈ 7 റൺ മാത്രമേ അവന് കിട്ടൂ. അതെ, BRന്റെ രണ്ടാമത്തെ ബോൾ. വീണ്ടും എതിരാളികളെ എറിഞ്ഞു കടത്താനുള്ള BRന്റെ ശ്രമം. 8 റൺസ് കൊടുത്ത നന്ദു BR ആണ്. യഥാർത്ഥ കളിയിലാണെങ്കിൽ അടിയും കൊടുത്ത് പറഞ്ഞു വിടേണ്ടതാണ്. 2 ബോളിൽ ബോൾ എറിഞ്ഞു. ഞാൻ പറഞ്ഞു നന്ദു BR എനിക്ക് അയ്യോ എനിക്ക് കിട്ടിയതിൽ മതിയായിരുന്നു. ജയിച്ചാലേ കേട്ടോളല്ലേ. തിരിച്ചറിവ്. ഫ്രീ ഹിറ്റ് ആണ്, ഫ്രീ ഹിറ്റ്. ഒന്നുമില്ല. ശൂന്യ. 8 റൺസ് അല്ലേ അപ്പം? 8 റൺസ്. 8 റൺസ്. ഒരു ബോൾ 8 റൺസ്. ഒരു ബോൾ 8 റൺസ്. BR രണ്ടാമത്തെ ബോൾ അറിയാൻ വരുന്നു. ശക്തമായ തിരിച്ചുവരവ്. ശക്തമായ തിരിച്ചുവരവ് BRന്റെ. ശക്തമായ ബോളിംഗ്. അഖിൽദാസിന് ബോൾ കാണാൻ പോലും കിട്ടിയില്ല. ഇതാ മൂന്നാമത്തെ ബോൾ അറിയാൻ BR. BR 3 ബോളിൽ 9 റൺസ്. ആദ്യത്തെ 2 നോ ബോളിന് ശേഷം ശക്തമായ തിരിച്ചുവരവ് BRന്റെ. 2 റൺസ് ഓടാനായി അഖിൽദാസ്. 2 റൺസ് ഓടാനായി അഖിൽദാസ്. ബാറ്റ് താഴെ ഇട്ടെങ്കിൽ അതൊരു ടെക്നിക്കായിരുന്നു. BR ദാസ് ഐഡിയ പൂർവ്വം ഓടുന്നു. തന്ത്രപരമായ ബാറ്റിംഗ് അഖിൽദാസ്. നന്ദു അടി പതറുന്നു. കാഴ്ച. സ്കോർ 4 ബോളിൽ 10. 4 ബോൾ 10 റൺസ്. ഓൾഡ് സ്കൂൾ വിസസ് ഓൾഡ് സ്കൂൾ. BRനെ അതാ ഒരു 4 കടത്തിക്കൊണ്ട്. നല്ലൊരു ഡെലിവറി ആയിരുന്നു, പക്ഷേ മികച്ച പ്ലേസ്മെന്റ്. 5 ബോളിൽ 14. 5 ബോളിൽ 14മായി അഖിൽദാസ്. അവസാനത്തെ ബോൾ ഡോട്ടാക്കാൻ BR. BR 2 റൺസ്. 2 റൺസ്. ഒരു ഓവറിൽ 16 റൺസ്. ജയിക്കാൻ 17. BR ബ്ലൗസ് ഇടുന്നു. ഗ്ലൗസ്. മറുപടി പറയാനായി എത്തുന്നു ഗ്രീസിൽ. എങ്ങോട്ടാ പോകുന്നേ? പിച്ചിൽ നിൽക്ക്. BR പിച്ച് അനലൈസ് ചെയ്യുകയാണ്. ഇത് ആദ്യത്തെ ബോൾ. BR സുനിൽ നരേനെ ആ കാറ്റിംഗ് അടിച്ചു BRന്റെ. സുനിൽ നരേന്റെ ദാസ്. BR നിങ്ങളിത് കാണുക. BR
ഓ ശക്തമായ ഒരു 6. നന്ദു ബിആറിന്റെ ഒരു ഉഗ്രൻ 6. ഒരു തിരിച്ചുവരവ്. ഇനി 4 ബോളിൽ നടന്നു വരികയാണ് അദ്ദേഹം. വിജയലക്ഷ്യം 12. അഖിൽദാസ് തന്ത്രങ്ങൾ മെനയുകയാണ്. അതാ മികച്ച ഒരു വൈഡ്, വൈഡ് ബോൾ, മികച്ച വൈഡ്. അതെ. ഓ വീണ്ടും 6. ബ്രില്യന്റ് 6. അഖിൽദാസ് വിയർക്കുന്ന കാഴ്ച. 1.5. നന്ദു ബിആർ മുന്നേറുന്നു. ഓ എത്ര ബോളാണെന്ന് ചോദിക്കുന്നു ബിആർ. പറഞ്ഞു കൊടുക്കൂ പ്ലീസ്. 3 ബോൾ 4 റൺസ് ജയിക്കാൻ. ഓ വീണ്ടും വീണ്ടും കമോൺ. ഇല്ല, 2 ഓടില്ല. ദാസിനെ ബിആർ ജയിക്കുകയാണെങ്കിൽ ശാസ്ത്രവട്ടത്ത് വൈകുന്നേരം സ്വീകരണം ഉണ്ടായിരിക്കുന്നതാണ്. ഫ്ലക്സ് ഉണ്ടാവും. തിക്കും തിരക്കും കൂട്ടരുത്. വൈകുന്നേരം 6:30 പായസം വിതരണം. കട്ടൗട്ട് വെക്കുന്നതായിരിക്കും. അതെ. ബിആർ വിജയിച്ചിരിക്കുന്നു. Into the semis. ബിആർ സെമിഫൈനലിൽ കടന്നിരിക്കുന്നു. സെമിഫൈനലിലേക്ക് കടന്നുകൊണ്ട് നന്ദു ബിആർ. ഇതൊക്കെ പുല്ലാണെന്നുള്ള ആയിരിക്കുകയാണ് ബിആറിന്റെ മുഖത്ത്. വൈകുന്നേരം പായസവും ബോളി വിതരണം ഉണ്ടായിരിക്കുന്നതാണ് ശാസ്ത്രവട്ടത്ത്. ഓ നോ ബോൾ. അടുക്കി തിരിച്ചടി. നീ എറിഞ്ഞാൽ ഞാനും എറിയുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാക്കി വേണ്ടി എറിഞ്ഞ ദാസന്റെ ഒരു ബോൾ. 40 കിലോമീറ്റർ സ്പീഡിൽ ഒരു മികച്ച നോ ബോൾ. ഓ എന്റെ തലയിൽ എറിഞ്ഞ ഇന്ന് അടിച്ചോ. വീണ്ടും 4. ഖത്തറിലെ അവസാനത്തെ കളി. ഡോക്ടർ അനീഷ് വാസസ് സിയാസ് NRD. ടോസ് ആരാ വിളിക്കുന്നത്? ഓക്കേ. Tails, Shias call. Tails it is, and ball, Shias ball. Start the game. Yes. Oh! സ്പീഡ് കയറ്റി എറിഞ്ഞ ബോളിന്റെ സ്പീഡ് കൊണ്ട് അടിച്ചുകൊണ്ട് അനീഷ്. ഡോക്ടർ അനീഷ്, ഇതിനു വേണ്ടി മരുന്നുണ്ട്. ഏത് രോഗത്തിനും ഏത് ബോളറിന്റെ തിരിപ്പിനെ അടിക്കാനുള്ള മരുന്ന് അവന്റെ കയ്യിലുണ്ട്. ഏതിനും മരുന്നുള്ളവൻ അനീഷ്. 2 ബോളിൽ നിന്ന് 8 റൺ കരസ്ഥമാക്കിക്കൊണ്ട് ഡോക്ടർ അനീഷ്. Just miss. ബോളിൽ നിന്ന് 9 റണ്ണുകൾ. ഷിയാസിന്റെ തിരിച്ചു വരവ്. ഇനി എല്ലാ ബോളും ഡോട്ട് ബാളുകളായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഷിയാസ്. തിരിച്ചു വന്നുകൊണ്ട് ഷിയാസ്. നല്ലൊരു ബോൾ, നല്ലൊരു ലൈൻ കണ്ടെത്തുന്നു ഷിയാസ്. 4 ബോൾ. 4 ബോളിൽ നിന്ന് 9 റണ്ണുകൾ കരസ്ഥമാക്കിക്കൊണ്ട് ഷിയാസ്. അനീഷ്. ഓ 10 റൺസ്. 5 ബോൾ 10. ലാസ്റ്റ് ബോൾ. ഈ കളിയിലാണ് ഈ കളിയുടെ ഒരു ഇതിരിക്കുന്നത്. ലാസ്റ്റ് ബോൾ 10 റൺസ്. അവസാനത്തെ ബോൾ 4 റൺസ് നേടിക്കൊണ്ട് അനീഷ് 14 റൺസ് നേടിയിരിക്കുന്നു. ജയിക്കാൻ വെറും 15. ഒരു ക്യാച്ച്. ഫസ്റ്റ് ബോൾ ഒരു ക്യാച്ചിന്റെ ബോളാണ്, പക്ഷെ അത് ക്യാച്ച് എടുക്കാൻ സാധിച്ചില്ല. 1 റൺസിലേക്ക്. 5 ബോളിൽ വെറും 14 റൺസുകൾ. രണ്ടാമത്തെ ബോൾ എറിയാൻ അനീഷ്. മറ്റൊരു ഡോട്ട് ബോൾ. മികച്ച ഒരു ബോൾ. അടിക്കണ്ട, 4 മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് ഷിയാസ്. 6 മതി എനിക്ക്. 3 ബോൾ 7 റൺസ്. ജയിക്കാൻ ഇനി 8 റൺസ് വിജയം. 3 ബോൾ 2 4 കളി. ആദ്യത്തെ 4 സ്വന്തമാക്കിയിരിക്കുന്നു. 2 ബോൾ 4 റൺസ്. 2 ബോളിൽ 4 റൺസ്. വിക്കറ്റ് എടുത്താൽ അത് 6 ആകും. ഓടിക്കഴിഞ്ഞാൽ 1 റൺ ആവും. 2 ഓടിയാൽ 2 റൺ. ഓക്കെ. ഡോക്ടർ അനീഷ് തളർന്നിരിക്കുകയാണ്, പക്ഷെ അതൊന്നും അദ്ദേഹത്തിന്റെ മുഖത്തില്ല. നോ ബോൾ. 1 റണ്ണും കിട്ടിയിരിക്കുകയാണ്. 2 ബോളിൽ വെറും 3 റൺസ്. 2 ബോൾ 3 റൺസ്. എന്ത് നടക്കും? ഓ അതാ മാച്ച് ടൈ ആക്കാൻ വേണ്ടി ഷിയാസ്. ഷിയാസ് അദ്ദേഹത്തിന്റെ
ഷിയാസ് അതാ ജയിച്ചിരിക്കുകയാണ്. സെമി ഫൈനലിലേക്ക് ഒരു ബോൾ കൂടെ ഉണ്ട്, ലാസ്റ്റ് ബോൾ, അതിലാണ് കളി. വിക്കറ്റ് ആകാതിരുന്നാൽ ഒരു പക്ഷേ വിജയം ഷിയാസ്. വിക്കറ്റ് എടുക്കേണ്ടത് അനീഷിന്റെ ആവശ്യം. ടർഫിന്റെ മുതലാളി ശ്രദ്ധിക്കും, ടർഫിൽ ചോർച്ച ചെയ്യുന്നു. സെമി ഫൈനലിലേക്ക് ഷിയാസ് കടന്നിരിക്കുന്നു. വെൽ പ്ലേഡ് ഷിയാസ്. ഇൻഫ്ലുവൻസേഴ്സ് ക്രിക്കറ്റ് ചലഞ്ചിലെ സീസൺ ഫസ്റ്റിലെ സെമി ഫൈനലിസ്റ്റ് ആണ് സഞ്ജു, രാഹുൽ, ഷിയാസ്, നന്ദു ബ്രോ. അപ്പോ ഇതില് ഫസ്റ്റ് മാച്ച് എന്ന് പറഞ്ഞാൽ സഞ്ജു രാഹുലും, സെക്കൻഡ് മാച്ച് ഷിയാസും നന്ദു ആണ്. അപ്പോ ടോസറാം. Rahul tail. Sanju won the toss and selected to bowl first. Is the first semi-final? Rahul versus Sanju. Oh! White ball. Sanju pressure ആയി രാഹുലിന്റെ ബാറ്റിംഗിന്റെ 4 runs. നല്ലൊരു ബോൾ, പക്ഷേ 4 റൺസിലേക്ക് 4 റൺസ് കൂട്ടിച്ചേർക്കുന്നു. ഓ സിംഗിൾ, ഇറ്റ്സ് ഡബിൾ. 7 റൺസ് 8. ഓ 1 റൺ 9. 4 റൺസ് 13 റൺസ്. വൈറ്റ് ബോൾ, ലാസ്റ്റ് ബോൾ. ഈ ബോൾ നിർണയിക്കും വിജയിയെ. ഫസ്റ്റ് ബോൾ. ഓ നോ ബോൾ. ആദ്യ ബോൾ തന്നെ നോ ബോളിലേക്ക്. അമ്പയറിന്റെ തീരുമാനം അന്തിമമായിരിക്കും. രാഹുൽ. ഓ ഫ്രീ ഹിറ്റിൽ 1 റൺസ് നേടാൻ സാധിക്കുന്നില്ല സഞ്ജുവിന്. ഓ അതാ 2 ഓ ഇല്ല, 1 റൺസിലേക്ക്. 4 ബോൾ 14. ഓ നോ ബോൾ. അഗൈൻ ഗ്രീസ് നോ ബോൾ. ഫ്രീ ഹിറ്റ്. നല്ല ബോളുകൾ ഫ്രീ ഹിറ്റിലേക്ക് പോകുന്നു. രാഹുൽ മികച്ച ഒരു ബോളായിരുന്നു, പക്ഷേ നോ ബോൾ. അതാ ഫ്രീ ഹിറ്റ് 1 റൺസിൽ കലാശിക്കുന്നു. 3 ബോൾ 12. 2 സിക്സുകൾ അകലെ ഫൈനലിൽ കയറാൻ. 4. 2 ബോൾ 8 റൺസ്. 6 വാഴും 6 വീഴും. ഓ 4 റൺസ്. ബുദ്ധിപൂർവം കളിക്കുന്നു സഞ്ജു. 1 ബോൾ 4. ടെൻഷൻ. ബാറ്റർക്കും ബോളർക്കും ഒരുപോലെ ടെൻഷൻ. 6 വീഴും 6 വാഴും. ഇത് ജയിച്ചാൽ ഡയറക്ട് ഫൈനൽ. ഓ ഓ രാഹുൽ. രാഹുൽ ഫൈനലിൽ എത്തിക്കേറിയിരിക്കുന്നു. ഫൈനലിൽ കയറിയിരിക്കുന്നു. പരിക്ക് അഭിനയിക്കുന്ന സഞ്ജു. പരിക്കിൽ പെട്ടിരിക്കുകയാണ് സഞ്ജു. കാലിൽ രാഹുൽ തന്നെ ചവിട്ടി ഒളിച്ചിരിക്കുകയാണ് വിജയിക്കാൻ വേണ്ടിയിട്ട്. നീ അഭിനയമാണോ എന്ന് എനിക്കറിയത്തില്ല. പരിക്ക് നമ്മളെ ഡോക്ടറുള്ള വിഷയം. ഹസ്ത വെല്ലസിലെ ഡോക്ടറുണ്ട്. പരിക്ക് സാരമായ കാലൊടിഞ്ഞെന്നാണ് തോന്നുന്നത്. സെക്കൻഡ് ഫൈനലാണ് ഇപ്പൊ നടക്കാൻ പോകുന്നത്. ഷിയാസും ഓൾഡ് സ്കൂൾ ബോളിൽ നിന്ന് നന്ദു. ടോസ്. നന്ദു ബ്രോ വൺ ദ ടോസ് ബാറ്റിംഗ്. നന്ദു ബ്രോ ബാറ്റിംഗ് സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഷിയാസ് ബോളിംഗ്. രാഹുലിന്റെ കൂടെ ഫൈനൽ കളിക്കാൻ ഇതിൽ നിന്ന് ആരെത്തും എന്ന് നമുക്ക് നിമിഷം കണ്ടറിയാം. ഫസ്റ്റ് ബോളിൽ തന്നെ 4 റൺസ് നേടുന്നു.
നന്ദു ബിആർ. ശാസ്ത്രപടത്തിന്റെ രോമാഞ്ചം. നന്ദു ബിആർ ശാസ്ത്രപടത്തിന്റെ രോമാഞ്ചം ഇതാ. ഓ അതൊരു വൈഡ് ബോൾ പോലെ തോന്നി. നല്ലൊരു ബോൾ ലൈനിൽ കണ്ടെത്തുന്നു ഷിയാസ്. ബിആർ പിച്ച് അനലൈസ് ചെയ്യുന്നു. കമോൺ ബിആർ. ബിആർ അവസാനത്തെ 3 ബോൾ കളിക്കാനായി ഇതാ ബിആർ. ബിആർ ബിആർ അടിമോനെ പൂക്കുറ്റി ഷോട്ട്. ബിആർ ബിആർ ഓഫ് സൈഡിലെ രാജകുമാരൻ. നോ ബോൾ. ബിആറിനൊരു നോ ബോൾ. ഓ ബിആർ ബിആർ ബിആർ. ഷിയാസിന് വിജയലക്ഷ്യം 18 റൺസ്. ഇത് ആദ്യത്തെ ബോളുമായി ബിആർ വരുന്നു. അവന് ഓടാനൊന്നും വയ്യ. കുഴപ്പമില്ല ഞാൻ നോക്കിക്കോളാം എന്നാണ് ബിആർ പറയുന്നത്. ബിആർ അടുത്ത ബോളുമായി വരുന്നു. ബിആർ ബിആർ കൊള്ളാം. ബിആർ കൊള്ളാം. ബിആർ 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 മികച്ച ഒരു തിരിച്ചുവരവ് ബിആറിന്റെ. നന്ദു ബിആർ. ഓ അപ്കമിംഗ് ടെറർ കടയാടി ബേബി. കൊള്ളാം ബിആർ. ഓ ബിആറിന്റെ മികച്ച ബോളിംഗ്. മികച്ച ബോളിംഗ് ബിആർ. ബിആർ ഫുൾ ടോസിന് കൊടുത്തേക്ക്. ഫുൾ ടോസിന്റെ ആവശ്യമില്ല ബിആർ. ഒരു ബോൾ 8 റൺസ്. 9 സിമ്പിൾ. ഒരു ബോൾ 9. കണ്ട ഇതെനിക്ക് ഇതൊക്കെ പുല്ലാണെന്നുള്ള ബിആർ. ബിആർ 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 സ്റ്റംബൂരി കൊണ്ടുവാ ബിആർ. ഓൾഡ് സ്കൂൾ ഫൈനലിൽ കയറിയിരിക്കുകയാണ്. ഓൾഡ് സ്കൂളിന്റെ മാല കാത്തുകൊണ്ട് ബിആർ ഫൈനലിലേക്ക്. അപ്പോൾ നമ്മളെ ഇൻഫ്ലുവൻസേഴ്സ് ക്രിക്കറ്റ് ചാലഞ്ചില് ഫൈനലിൽ എത്തിയിരിക്കുകയാണ് നമ്മുടെ രാഹുലും, നമ്മളെ സൂപ്പർ ഹീറോസിലെ രാഹുലും ഓൾഡ് സ്കൂൾ ബോയ്സിലെ നന്ദു. അപ്പോൾ ഇനി തീപ്പാറും കളി, ഈ ഒരു കളിയും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ICC ഇൻഫ്ലുവൻസർ ക്രിക്കറ്റ് ചാലഞ്ചിലെ സീസൺ 1 ആദ്യത്തെ വിജയം നമുക്ക് പ്രഖ്യാപിക്കാം. അപ്പോൾ ഇനി ഇതിൽ ആര് വീഴും ആര് വാഴും എന്നുള്ളത് നമുക്ക് നിമിഷങ്ങൾക്ക് കണ്ടറിയാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫൈനലിലെത്തി, എന്താണ് തോന്നുന്നത്? എന്താ പറയാ, കളിക്കാൻ പറ്റി ഒരുവിധം. ആദ്യം കയ്യിൽ നിന്ന് കുറച്ചൊക്കെ പോയി, പിന്നീട് പക്ഷേ കൺട്രോൾ കിട്ടിയോണ്ട് രാഹുൽ ഈ കളി കഴിഞ്ഞ ഉടനെ ഹസ്ത വെൽനസ്സിൽ പോകണം, ഒന്ന് തടവണം. ഓക്കെ അപ്പോൾ നമുക്ക് ടോസിലോട്ട് പോവാം. ടോസ് ആരാ വിളിക്കാൻ പോകുന്നേ? രാഹുലിന് ടോസ് ഇട്ടിരിക്കുകയാണ്. ഹെഡ്സ്. രാഹുൽ won the toss and selected to bowl first. ICC ഇൻഫ്ലുവൻസർ ക്രിക്കറ്റ് ചാലഞ്ചിലെ ഫൈനൽ ഫസ്റ്റ് ബോൾ എറിയാൻ പോകുന്നു രാഹുൽ. ആദ്യത്തെ ബോൾ ബിആർ. ബിആർ ഓ ബാറ്റിൽ കൊണ്ടിരിക്കുന്നു ബിആർ. ഒരു റൺ. കൊള്ളാം, മികച്ച ഒരു റൺ. ഇവിടെ ആര് വീഴും ആര് വാഴും? ഈ ഫൈനൽ ICCയുടെ ഫസ്റ്റ് സീസൺ ആര് കൊണ്ടുപോകും? സൂപ്പർ ഹീറോയ്ക്ക് കൊണ്ടുപോകും എന്നാണ് എന്റെ സൂപ്പർ ഹീറോ ഔട്ടായില്ലടാ. സൂപ്പർ ഹീറോ ബിആർ ശാസ്ത്രവട്ടത്തിന്റെ ബിആർ. ഓൾഡ് സ്കൂൾ ബോയ്സിന്റെ ബിആർ. ബിആർ ശാസ്ത്രവട്ടത്തിന്റെ ബിആർ. ഇതാ ഗണപതിയുടെ ഒരു നല്ല ബോളിന് 6 അടിച്ചുകൊണ്ട് ബിആർ. നിങ്ങളിത് കാണുക ഗൈസ്. ബിആർ അതെ, 3 ബോൾ. ശ്രീകാന്തിന്റെ കോച്ചിങ്ങിൽ ബിആർ ഇതാ മുന്നേറുന്നു. 3 ബോൾ 11. ബിആർ നാലാമത്തെ ബോൾ ബിആർ ഫേസ് ചെയ്യുന്നു. ഓ അതൊരു ലൂസ് ബോൾ. മികച്ച ഒരു ബോൾ തിരിച്ചു വരവ് രാഹുലിന്റെ. കുഴപ്പമില്ല, 2 ബോൾ ബാക്കി നിൽക്കെ ബിആർ 11 റൺസ്. 4 ബോൾ 11. 2 ബോൾ ഡോട്ട് ചെയ്യിച്ചാൽ കളി കയ്യിൽ. ഇതാ ബിആർ അഞ്ചാമത്തെ ബോൾ ഫേസ് ചെയ്യുന്നു. ബിആർ സിക്സർ. നിങ്ങളിത് കാണുക. ബിആറിന്റെ തീ കത്തുന്ന ഇന്നിങ്സ്, ബിആറിന്റെ തീപ്പന്തം ഇന്നിങ്സ്. ലാസ്റ്റ് ബോൾ ബിആർ മേഹൂന. ബിആർ
ഓൾഡ് സ്കൂൾ ബോയ്സിന്റെ സൂര്യകുമാർ യാദവ്. മികച്ച ഇന്നിംഗ്സ് ബിആർ. രാഹുലിന് ജയിക്കാൻ 18 റൺസ്. രാഹുലിന് ജയിക്കാൻ 18 റൺസ്. ഇവിടെ ആര് വാഴും, ആര് വീഴും? ആർക്ക് കിട്ടും 10,000, ആർക്ക് കിട്ടും 5,000? ഇതാ ബിആർ ആദ്യത്തെ ബോളുമായി വരുന്നു. BR ആദ്യത്തെ ബോൾ എറിയാൻ വരുന്നു ബിആർ. ആദ്യ ബോൾ സിക്സ് അടിച്ചുകൊണ്ട് രാഹുൽ കുഴപ്പമില്ല, മറുപടി കൊടുക്കുന്നു. നന്ദു ബിആർ ബിആറിന് തിരിച്ചടിക്കും ബിആർ. തിരിച്ചടിക്കാൻ പറ്റില്ല, എറിയാനേ പറ്റുള്ളൂ. അല്ല, തിരിച്ചടി കൊടുക്കും ബിആർ. അയ്യോ, 2 ബോൾ 2 സിക്സ്. ബിആറിന്റെ ജേഴ്സി നമ്പർ 36 അടിക്കുമോ? നോ. ഒരു സിക്സ് അകലെ. ഈ കളിയിലെ വിജയെ കണ്ടുപിടിക്കാൻ ഒരു സിക്സ് അകലെ. എടാ, എറൗണ്ട് അല്ലാതെ ഓവർ തെക്കിട്ടടാ. ബിആർ ഇതാ വരുന്നു മൂന്നാമത്തെ ബോളുമായി. ബിആർ 2 റൺസ്. കൊള്ളാം ബിആർ. 3 ബോൾ 14. 4 റൺസ് അകലെ വിജയ ലക്ഷ്യം. ICC സീസൺ 1 ബിആർ ഇതാ നാലാമത്തെ ബോളുമായി ആദ്യ വരുന്നു. വിജയം. ഒരു വിക്കറ്റ് എടുക്കാനാണ് ബിആറിന്റെ ചാൻസ്. 2 ബോൾ 4. മഗ്രത്തിനെ 2 അനുസ്മരിപ്പിക്കുന്ന ബോൾ 4. പന്തുകളുമായി കളി ബിആർ. ടൈറ്റിലേക്ക്. കളി ടൈറ്റ് ആകുന്നു, മഗ്രത്തിനെ മുറുകുന്നു. അനുസ്മരിപ്പിച്ചുകൊണ്ട് ബിആർ. 2 ബോൾ 4 റൺസ്. 2 ബോൾ 4 വിജയ ലക്ഷ്യം ബിആർ. ഇതാ ബിആറിന്റെ അടുത്ത പന്ത്. മികച്ച ഒരു ബോളിംഗ്. ബിആർ. ഒരു ബോൾ 4. നിങ്ങളിത് കാണുക. ബിആർ 4 റൺസ് അകലെ. 4 റൺസ് അകലെ. 4 റൺസ് അകലെ. നമ്മൾ ബാക്കി അതിനെ കൊടുക്കുള്ളൂ കാസ്റ്റിലാണെങ്കിൽ. ബിആർ. ബിഹാർ അല്ല, ബിആർ. രാഹുൽ നല്ല കളിയായിരുന്നു. കുഴപ്പമില്ല ബിആർ. രാഹുൽ ഒരു 2 ബോൾ മാത്രം ഞാൻ പറഞ്ഞതുപോലെ നീ എറിഞ്ഞില്ല. ഇൻഫ്ലുവൻസേഴ്സ് ക്രിക്കറ്റ് ചാലഞ്ചിലെ ഒരു അടിപൊളി സീസൺ നല്ല സന്തോഷമായിട്ട് അവസാനിച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇതിലെ റണ്ണറപ്പായ ഓൾഡ് സ്കൂൾ ബോയ്സിലെ നന്ദു ബിആറിനെ ക്ഷണിക്കാം. അപ്പോ നമ്മുടെ റണ്ണേഴ്സ് അപ്പിന്റെ ട്രോഫി എടുക്കാൻ ഇൻഫ്ലുവൻസറായ ലിറ്റിൽ ടിയെ ക്ഷണിക്കുന്നു. റണ്ണേഴ്സ് അപ്പിനുള്ള ക്യാഷ് പ്രൈസ് സ്പോൺസർ ചെയ്തേക്കുന്ന ക്രിസ്റ്റോക്സ് ആണ്. 5,000 rupees. കൂടെ 5,000 ഗിഫ്റ്റ് വൗച്ചർ ഹസ്ത വെൽനസ് നൽകിയിരിക്കുകയാണ്. മെഡൽ അണിയിക്കുവാനായിട്ട് ഇൻഫ്ലുവൻസറായ ബിജോയ് ബിജോയ്. ബ്രോ, എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ഫൈറ്റ് ഉള്ള ഒരു കളിയായിരുന്നു കേട്ടോ. നമുക്ക് ഫൈറ്റ് കൊടുക്കാൻ പറ്റി. അതെ, ഫൈറ്റ് കൊടുത്തു. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ എത്ര വലിയ കളിക്കാരനാലും ചിലപ്പോ ഒന്ന് അടി പതറും. ഈ ഒരു 2 ബോളിൽ ചെറുതായിട്ട് ഞാൻ റൗണ്ട് അറിയാനുള്ള തീരുമാനം തെറ്റായി പോയെന്ന് തോന്നുന്നു. നമ്മളും സാധാരണ രാഹുൽ അത്യാവശ്യം നല്ല കളിക്കുന്ന ഒരു പ്ലെയർ. അപ്പൊ അവന് വരെ അടി പതറി. അവസാനത്തെ ബോളിലാണ് വിജയം കണ്ടെത്താൻ പറ്റിയത്. സോ നല്ലൊരു പ്ലേ ഇനി അടുത്ത സീസണിൽ നമുക്ക് കാണാം. വരണം. റണ്ണറപ്പിന് ആഷസ് ലുലു നൽകുന്ന ഒരു ആഷസിന്റെ ബാറ്റ് ഉണ്ട്. അടിച്ച് പറപ്പിച്ചോ. അടുത്ത ടൂർണമെന്റിന് ഫസ്റ്റ് അടിക്കാനുള്ള പ്രാക്ടീസ് ആവട്ടെ. ഓക്കെ മാൻ, എല്ലാരും കൈയടിച്ചത് പ്രോത്സാഹിപ്പിച്ചു. എല്ലാവരും അതുകൂടെ നിൽക്കാം. അടുത്തതായി നമുക്ക് വിന്നറിനെ നമുക്ക് രാഹുൽ കപ്പടിക്കുന്ന ഉറപ്പുള്ളതുകൊണ്ട് കുടുംബ സമേതമാണ് വന്നിരിക്കുന്നത്. അവന്റെ കോൺഫിഡൻസ് സമ്മതിച്ചു കൊടുക്കണം. 1 മാസമായിട്ടുള്ള രാഹുലിന്റെ തോട്ടാണ് അത് നമുക്ക് മെഡൽ കൊടുക്കാം. ആദ്യം മെഡൽ നമുക്ക് കൊച്ചിനിട്ടു. ഓക്കെ, അപ്പൊ ട്രോഫി കൊടുക്കാനായിട്ട് ചാമ്പ്യന്റെ ട്രോഫി കൊടുക്കാൻ ലിറ്റിൽ ടീ കം. നമ്മളെ സൂപ്പർ ഹീറോ ടീമിൽ തന്നെ ഒരാള് അടുത്ത് ഇതിന്റെ ഫസ്റ്റ് പ്രൈസ് 10,000 രൂപ സ്പോൺസർ ചെയ്ത ക്രിസ്റ്റോക്സ് കൊടുക്കുകയാണ്. 1ഉം 2ഉം അല്ല ഗൈസ്, 10,000 രൂപയാണ്. ഇത് കഴിഞ്ഞ് കാണുന്ന ചിലവുണ്ട്. അടുത്ത ഹസ്ത വെൽനസ് നൽകുന്ന 10,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ. രാഹുൽ ഫസ്റ്റ് സീസണിലെ ചാമ്പ്യൻ ആയിരിക്കുകയാണ്. സന്തോഷം, വളരെ സന്തോഷം. ഫാമിലിയുടെ ഫ്രണ്ടിൽ നാണം കിട്ടില്ല. 5,000 രൂപ ഇത് ലിഫ്റ്റിന് പോകും, ലിഫ്റ്റിക്ക് വാങ്ങാനുള്ളതിന് പോകും. ആൻഡ് ഗൈസ്, ചാമ്പ്യനും നമ്മൾ ആഷസ് ലുലു നൽകുന്ന ഒരു പൊളപ്പൻ ക്രിക്കറ്റ് ബാറ്റ്. ഇത് നമുക്ക് ലുലുവിൽ പോയാൽ മാത്രമേ നമുക്ക് വാങ്ങാൻ പറ്റുള്ളൂ കേട്ടോ. 6 അടിച്ച് പടി പോ. ഓക്കെ ഗൈസ്.